നേരെ സുനാമി വന്നു. നമുക്കപ്പോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റിസപ്ഷന് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. റിസപ്ഷന് പോണേന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ഫ്ലെക്സ് എടുത്ത് റിസപ്ഷൻ നടക്കുന്ന ഹാളിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കണം. അപ്പൊ അതൊക്കെ എടുക്കണം. കുറച്ച് പണിയുണ്ട്. ഇപ്പൊ ഓൾറെഡി ലേറ്റ് ആണ്. കല്യാണം കഴിഞ്ഞിട്ടോ 3:10 കണ്ടായിരുന്നു വീട്ടിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു 5 മണിക്കുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അവിടെ ചെന്ന് അവിടെ വൈബാക്കാനുള്ളതാണ് കൺവെൻഷൻ ഹാളിൽ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫ്ലെക്സും കൊണ്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ കൊണ്ട് വെക്കാൻ പോകണം. പക്ഷേ ബൈക്കേ ഉള്ളൂ. എങ്ങനെയെങ്കിലും നോക്കാം നമുക്ക്. നമ്മൾ നോക്കാന്ന് പറഞ്ഞാൽ തന്നെ ആ കാര്യം പകുതി കഴിഞ്ഞു എന്നാണ്. എങ്ങനെയൊക്കെയോ ആ ഫ്ലെക്സ് എല്ലാം പൊക്കി പിടിച്ചോണ്ട് നമ്മൾ കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് ഇവിടെ ഫ്ലെക്സ് ഒക്കെ പൊക്കി പിടിച്ച് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയി. ചെക്കനും പെണ്ണും വന്നു, റിസപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ പിള്ളേരൊക്കെ ലേറ്റ് ആണ്. ഫസ്റ്റ് വണ്ടി കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തേൽ കാണാം. അപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ എല്ലാ ഭാഗവും തീരാറായി. ഇനിയിപ്പോൾ അവസാനത്തെ കലാശക്കുട്ടിനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. എല്ലാവരും ടയർഡാണ്. എന്നാലും അവിടെ നിന്ന് ഇവിടുന്ന് നോക്കി എനർജി വാരി പിടിച്ച് എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പും കൂടി വെച്ചിട്ട് നിർത്താം. അതും കഴിഞ്ഞു, ഫുഡ് കഴിക്കാം. ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. പരിപാടിയെല്ലാം കഴിഞ്ഞ് കല്യാണമൊക്കെ തീർന്ന് വീട്ടിൽ പോവാം. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ലൈറ്റൊക്കെ ഊരാനാണെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിൽ കയറുന്നുണ്ട്. അതോടുകൂടി പരിപാടിയെല്ലാം കഴിയും. വീടിപ്പോൾ തന്നെ ഉറങ്ങിയതുപോലെ ആയി. അയ്യോ, എങ്ങനെ നടന്ന വീടാ.